അതിശക്തനായ ഒരു പ്രവിശ്യയുടെ ഭരണാധികാരിയായി മാറ്റപ്പെട്ടു. അദ്ദേഹത്തിന്റെ പേരിലാണ് താൻ ഒരു പട്ടണം സ്ഥാപിച്ചു. ആ പേരിലാണ് റോമൻ സാമ്രാജ്യം, റോമ എന്ന പേര് ഉണ്ടാകുവാനിടയായത്. അതേ തുടർന്ന് റോമൻ ചരിത്രം നാം പഠിക്കുമ്പോൾ 3 കാലഘട്ടങ്ങളായി ചരിത്രത്തെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. ആദ്യത്തെ കാലഘട്ടം എന്ന് പറയുന്നത് BC 753 മുതൽ BC 509 വരെയുള്ള കാലഘട്ടം. ഈ കാലഘട്ടം റോമൻ ഒരു ചെറു പ്രവിശ്യയായി അഥവാ ഒരു ചെറിയ രാജ്യമായി നിലകൊണ്ടു. അതേ തുടർന്ന് BC 509 മുതൽ BC 727 വരെയുള്ള കാലഘട്ടത്തിൽ നാം അറിയുന്നത് പോലെ റോമ ഒരു റിപ്പബ്ലിക് എന്ന പേരിലാണ് അറിയപ്പെട്ടത്. നമുക്കറിയാം, ഈ കാലഘട്ടത്തിലാണ് യവന സാമ്രാജ്യത്തിന്റെ തത്വജ്ഞാനികളുടെ ഈ ചിഹ്നമായിട്ടുള്ള യവന സാമ്രാജ്യത്തിൽ അതിശക്തന്മാരായ സോക്രട്ടീസിന്റെ ശിഷ്യനായിരുന്ന പ്ലേറ്റോയെ കുറിച്ച് നാം പഠിക്കുന്നത്. അദ്ദേഹത്തിന്റെ അതിശക്തമായ ശ്രദ്ധേയമായ ഒരു പുസ്തകം ഇന്നും നമുക്ക് ലഭ്യമാണ്. ഇത് റിപ്പബ്ലിക് എന്ന് പറയുന്ന പുസ്തകം. ഞാനൊരു കാര്യം പറയാം, ലോക ചരിത്രത്തിൽ ഇന്ന് നിരവധി റിപ്പബ്ലിക്കൻ രാജ്യങ്ങളുണ്ട്. ഇന്ത്യ അടക്കമുള്ള റിപ്പബ്ലിക്കൻ രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ സ്വതന്ത്രമായ ഭരണഘടനയോടുകൂടിയ രാജ്യങ്ങൾ. ഈ റിപ്പബ്ലിക് എന്ന് പറയുന്ന പ്ലേറ്റോയുടെ ആ പുസ്തകത്തെ അടിസ്ഥാനമാക്കി എന്ന് പറഞ്ഞാൽ ആ പുസ്തക രചനയ്ക്ക് അടിത്തറമാകുവാൻ ഇടയായത് റോമൻ റിപ്പബ്ലിക്കിന്റെ ആശയങ്ങളാണ്. ഞാൻ ഓർമ്മിപ്പിച്ചതുപോലെ ഒരു സെനറ്റ് ഉണ്ടാക്കി ആ സെനറ്റിന്റെ അംഗീകാരത്തോടെ ഉണ്ടാക്കപ്പെടുന്ന നിയമങ്ങൾ കൊണ്ട് ലോകത്തെ ഭരിച്ച നിയന്ത്രിച്ച ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ ചക്രവർത്തിയെക്കാളപ്പുറമായി, രാജാവിനെക്കാളപ്പുറമായി ഈ നിയമങ്ങൾക്കാണ് ശക്തമായ ബലമുള്ളത്. അതുകൊണ്ടാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയും ലോകത്തിൽ ഏറ്റവും ശക്തവും ഏറ്റവും ഉന്നതമായി നിൽക്കുന്നത്. പരമോന്നത നീതിപീഠം പോലും ഈ ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് വിധേയപ്പെട്ടിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ നിയമങ്ങളാണ്, നിയമവാഴ്ചയാണ് ഇവിടെ നടപ്പിലാക്കുന്നത്. അപ്പോൾ റിപ്പബ്ലിക്കൻ രാജ്യങ്ങളിൽ നിയമവാഴ്ചകളാണ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, ഈ റോമൻ സാമ്രാജ്യം ഏതാണ്ട് BC 27 വരെയുള്ള കാലഘട്ടത്തിൽ ഒരു റിപ്പബ്ലിക്കനായി റോമൻ റിപ്പബ്ലിക് എന്ന പേരിലാണ് അറിയപ്പെട്ടത്. എന്നാൽ അതേ തുടർന്ന് നാം അറിയുന്നത് പോലെ ഈ റോമൻ അതിശക്തമായി ലോകത്തെങ്ങും പടർന്നു വന്നിരിക്കുവാൻ ഇടയായി തീർന്നത് മഹാനായ പോംപിയും ജൂലിയസ് സീസറുമാണ്. മഹാനായ പോംപിയും 2 റോമൻ സൈന്യാധിപന്മാരായിരുന്ന മഹാനായ പോംപിയും ജൂലിയസ് സീസറും റോമൻ സാമ്രാജ്യത്തിന് അടിത്തറമാകുവാനിടയായി. അതേ തുടർന്ന് നാം അറിയുന്നത് പോലെ ഈജിപ്തിൽ വെച്ച് പോംപി കൊല്ലപ്പെടുകയും അതേ തുടർന്ന് ഈ റോമൻ റിപ്പബ്ലിക്കിന്റെ അധിപനായി, ഏകാധിപതിയായി ജൂലിയസ് സീസർ മാറ്റപ്പെടുകയും ചെയ്തു. എന്നാൽ അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ ഈ സെനറ്റിൽ ഉൾപ്പെട്ട 2 സെനറ്റർമാരായിരിക്കുന്ന ബ്രൂട്ടസും കാഷ്യസും അദ്ദേഹത്തെ വിഷം കൊടുത്തു കൊന്നു എന്നുള്ളതാണ് ചരിത്രരേഖ നാം കാണുന്നത്. അതേ തുടർന്ന് നാം അറിയുന്നത് പോലെ അദ്ദേഹത്തിന് പകരം തന്റെ സൈന്യാധിപനായിരുന്ന മാർക്ക് ആന്റണി ഈ റോമൻ പ്രവിശ്യയുടെ അല്ലെങ്കിൽ റോമൻ റിപ്പബ്ലിക്കിന്റെ ഭരണം ഏറ്റെടുത്തു. അതേ തുടർന്ന് ലോക ചരിത്രം കണ്ടതിൽ ഏറ്റവും ശക്തമായ ഒരു മഹായുദ്ധമുണ്ടായി. ആദ്യം യുദ്ധമെന്നാണ് നാം അതിനെ ചരിത്രരേഖയിലൂടെ മനസ്സിലാക്കുന്നത്. എന്ന് പറഞ്ഞാൽ മാർക്ക് ആന്റണിയും അതുപോലെ തന്നെ ഈ ജൂലിയസ് സീസറിന്റെ പെങ്ങളുടെ മകനായ ഗായോസ് ഒക്ടീവിയൻ എന്നറിയപ്പെടുന്ന ആ ഗായോസും തമ്മിൽ നടന്ന അതിശക്തമായ യുദ്ധമാണ് ആദ്യം യുദ്ധം. ഈ യുദ്ധത്തെ തുടർന്ന് മാർക്ക് ആന്റണി കൊല്ലപ്പെടുകയും റോമയുടെ ഭരണം ജൂലിയസ് സീസറിന്റെ പെങ്ങളുടെ മകനായ ഗായോസ് ഒക്ടീവിയൻ അദ്ദേഹം ഭരണമേറ്റെടുക്കുകയും ചെയ്തു. നാം അറിയുന്നത് പോലെ ഇത് സംഭവിച്ചത് BC 227 ഇത് സംഭവിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടെ തൊട്ട് റോമ മറ്റൊരു സാഹചര്യത്തിലേക്ക് മാറ്റപ്പെട്ടു. റോമൻ റിപ്പബ്ലിക് മാറി, മറിച്ച് റോമൻ എംപയർ എന്നുള്ള സ്ഥാനത്തേക്ക് അത് വരിക എന്ന് പറഞ്ഞാൽ റോമ ഒരു സാമ്രാജ്യത്വമായി മാറ്റപ്പെട്ടു. ഈ ജൂലിയസ് സീസറിന്റെ പെങ്ങളുടെ മകനായ ഗായോസ് ഒക്ടീവിയൻ അദ്ദേഹമാണ് ചക്രവർത്തിയെ ദൈവമായിട്ട് ആരാധിക്കണമെന്ന് പറഞ്ഞു പഠിപ്പിച്ചുകൊണ്ട് അദ്ദേഹം അതിന് ആദ്യം തന്നെ തന്റെ പേര് മാറ്റുവാനിടയായി. അദ്ദേഹം താൻ അധികാരത്തിൽ വന്നപ്പോൾ സ്വീകരിച്ച അദ്ദേഹത്തിന്റെ പേര് ഇതായിരുന്നു. അദ്ദേഹം ഇംപറേറ്റർ സീസർ ഡെബി ഫെലിക്സ് അഗസ്റ്റോസ് എന്ന പേര് സ്വീകരിച്ചു.
എനിക്ക് മുമ്പ് ഇവിടെ പാട്ടിന്റെ നരേഷൻ പറഞ്ഞ ബഹുമാനായ ദൈവദാസൻ ഓർമ്മിപ്പിച്ചു. അഗസ്റ്റസ് സീസർ എന്നുള്ള പേര് അദ്ദേഹം പരാമർശിക്കുവാനിടയായി. എന്നെ കേൾക്കുന്ന ബഹുമാനിയ സ്നേഹിതരെ, ഈ അഗസ്റ്റസ് സീസറാണ് യേശു ക്രിസ്തു ജനിച്ച സമയത്ത് റോമൻ ചക്രവർത്തിയായി വാണിരുന്നത്. ലൂക്കോസ് വിശേഷത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെയാണ് മലയാളത്തിൽ വായിക്കുന്നത്. ഔഗസ്റ്റസ് കൈസർ റോമൻ ചക്രവർത്തിയായിരിക്കുന്ന കാലത്ത്, അഥവാ BC 4-ാം നൂറ്റാണ്ടിൽ, BC 4-ൽ യേശു ക്രിസ്തുവിന്റെ ജനനം BC 4-ലായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ ഓർമ്മിപ്പിച്ചത്, അതിശക്തമായ ലോകം മുഴുവനും പടർന്നു പന്തലിച്ച് ലോകത്തെ മുഴുവനും നിയമങ്ങൾ കൊണ്ട് വരിഞ്ഞു മുറുക്കിയ ഉരുക്കു നിയമമുള്ള റോമൻ സാമ്രാജ്യത്വം. അപ്പോൾ ഈ അഗസ്റ്റസ് കൈസറിന് ശേഷം അദ്ദേഹത്തിന് ഒരു പുത്രനില്ലാത്തത് കൊണ്ട് താൻ വിവാഹം കഴിച്ച അല്ലെങ്കിൽ മറ്റൊരു വിവാഹത്തിലൂടെ തനിക്കൊരു ദത്തുപുത്രനെ, ഒരു വളർത്തുപുത്രനെ കിട്ടുവാൻ ഇടയായി. അദ്ദേഹമാണ് പിന്നീട് റോമൻ സാമ്രാജ്യത്തിന്റെ അധിപനായി വന്നത്. അദ്ദേഹത്തെ കുറിച്ചും ലൂക്കോസ് വിശേഷം 3-ാം അധ്യായത്തിൽ പരാമർശിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പേരിങ്ങനെയായിരുന്നു, തിബറിയോസ് ജൂലിയസ് സീസർ അഗസ്റ്റസ് എന്നായിരുന്നു. തിബറിയോസ് കൈസർ എന്നാണ് വിശുദ്ധ ബൈബിളിൽ ലൂക്കോസ് വിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നെ കേൾക്കുന്ന ബഹുമാനിയ സ്നേഹിതരെ, ഈ തിബറിയോസ് കൈസർ റോമൻ ചക്രവർത്തിയായി ഭരണം നടത്തുന്ന സമയത്താണ് ഈ റോമയുടെ ഒരു ഭരണപ്രവർത്തിയായ യഹൂദ നാടിന്റെ ഗവർണറായിരിക്കുന്ന പന്തിയോസ് പീലാത്തോസ് എന്ന് പറയുന്ന മനുഷ്യൻ അതിശക്തമായ ഒരു ചോദ്യം ചോദിക്കുന്നത്. ഞാൻ വായിച്ചു കേൾപ്പിച്ച വേദസൂക്തത്തിൽ അവിടെ ഇങ്ങനെയായിരുന്നു ചോദ്യം: ഇവൻ ചെയ്ത ദോഷമെന്ത്? അതിശക്തമായ ഒരു ചോദ്യം. ഇവൻ ചെയ്ത ദോഷമെന്ത് എന്ന് പറഞ്ഞാൽ, ഞാൻ ഓർമ്മിപ്പിച്ചതുപോലെ ഈ തിബറിയോസ് കൈസർ റോമയുടെ ഭരണാധികാരിയായി ചക്രവർത്തിയായിട്ട് വാഴുമ്പോൾ യഹൂദ നാടിന്റെ ഗവർണറായി സേവനമനുഷ്ഠിക്കുന്ന ഈ പന്തിയോസ് പീലാത്തോസ് ന്യായവിസ്താരം ചെയ്യുമ്പോൾ ന്യായാസനത്തിരുന്നു കൊണ്ട് തനിക്ക് ചുറ്റും കൂടി നിൽക്കുന്ന ആളുകളോട് ചോദിച്ചൊരു ചോദ്യമാണ്. തന്റെ മുമ്പിൽ ഹാജരാക്കിയപ്പെട്ട ഈ വ്യക്തിത്വത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചോദിക്കുക, ഇവൻ ചെയ്ത ദോഷമെന്ത്? എന്നെ കേൾക്കുന്ന ബഹുമാനിയ സ്നേഹിതരെ, ഞാൻ എന്തുകൊണ്ടാണ് ചരിത്രം പറഞ്ഞതെന്നറിയാമോ? നിങ്ങളൊക്കെ ഒരു കാര്യം മനസ്സിലാക്കണം. യേശു ക്രിസ്തു ഒരു കെട്ടുകഥയായിട്ടാണ് പലപ്പോഴും ആളുകൾ കാണുന്നത്. മറിച്ച് ഇത് ചരിത്രത്തിൽ അടിയുറച്ച ചരിത്രത്തിന്റെ രേഖകളിലൂടെ ഇന്ന് നമുക്ക് ലഭ്യമായ ചരിത്ര രേഖകൾ ധാരാളമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ റോമ എന്ന് പറയുന്ന സാമ്രാജ്യത്വം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞതുപോലെ നിയമങ്ങൾ കൊണ്ട് നിർമ്മിതമാണ്, ഉരുക്ക് നിയമമുള്ളതാണ്. ചരിത്രം ഇങ്ങനെയാണ് പറയുന്നത്: റോമയുടെ നിയമം ഇരുമ്പ് പല്ലുകളാണ്. ഇരുമ്പ് പല്ലുകളാൽ ലോകത്തെ ചവച്ചു തുപ്പിയ ഒരു സാമ്രാജ്യത്വം എന്ന് പറഞ്ഞാൽ നിയമങ്ങൾക്ക് അത്രമാത്രം പ്രസക്തിയുണ്ട്. ചക്രവർത്തിക്ക് പോലും മാറ്റിക്കൂടാതെ വണ്ണം അതിശക്തമായ സെനറ്റിന്റെ അംഗീകാരത്തോടെ ഉണ്ടാക്കപ്പെടുന്ന നിയമങ്ങൾ മറ്റാർക്കും മാറ്റിക്കൂടാ, മറ്റാർക്കും അത് ലംഘിച്ചുകൂടാ. ഞാനൊരു കാര്യം പറയാം. നമ്മുടെ ഇന്ത്യയടക്കമുള്ള, ഞാൻ ഓർമ്മിപ്പിച്ചതുപോലെ, റിപ്പബ്ലിക്കൻ രാജ്യങ്ങളിൽ ഈ റോമൻ നിയമത്തിന്റെ അനേക നിയമവശങ്ങൾ ചുവടുപിടിച്ചിട്ടുണ്ട്. അതിലേറ്റവും ശ്രദ്ധേയമായ ഒരു നിയമം നമുക്കെല്ലാവർക്കും കേൾവി വളരെ പരിചിതമായിട്ടുള്ളതാണ്. ആ നിയമം എങ്ങനെയാണ്? 1000 കുറ്റവാളികൾ വെറുതെ വിടപ്പെട്ടാൽ ഒരു നീതിമാൻ പോലും ശിക്ഷിക്കപ്പെട്ടുകൂടാ. ഇത് എവിടുന്ന് കിട്ടിയത്? റോമൻ നിയമമാ. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടുകൊള്ളട്ടെ, ഒരു നീതിമാൻ പോലും ശിക്ഷിക്കപ്പെട്ടുകൂടാ. അങ്ങനെയാണെങ്കിൽ ഞാനിവിടെ ഈ ഉന്നയിച്ച ചോദ്യത്തിന് വളരെ പ്രസക്തിയുണ്ട്. ഇത് പറയുന്നത് റോമൻ ന്യായാധിപനായിരിക്കുന്ന പീലാത്തോസാണ്. അവിടുത്തെ വേദഭാഗത്തെ നാം പരിശോധിക്കുമ്പോൾ ഈ ന്യായാധിപനായ പീലാത്തോസ് മാറി മാറി യേശു ക്രിസ്തുവിനെ വിസ്മരിക്കുക, തന്റെ മുമ്പിൽ കൊണ്ടു നിർത്തിയ യഹൂദ പരീക്ഷകൾ കുറ്റം ആരോപിച്ചുകൊണ്ട് യേശുവിനെ പീലാത്തോസിന്റെ മുമ്പിൽ ഹാജരാക്കുമ്പോൾ അദ്ദേഹം മാറി മാറി ചോദിക്കുന്നുണ്ട്. ഈ വേദഭാഗം നാം ശ്രദ്ധിച്ചാൽ 3 വട്ടം പീലാത്തോസ് ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: ഇവൻ ചെയ്ത ദോഷമെന്ത്? ഈ മനുഷ്യൻ നീതിമാനാണ്, ഇവൻ മരണയോഗ്യമായതൊന്നും ചെയ്തിട്ടില്ല. എന്നിട്ടാണ് അവസാനം അദ്ദേഹം പറയുന്നത്, ഇവനെ കൊണ്ട് ക്രൂശിക്ക എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രിയിൽ എന്റെ പ്രസംഗത്തിന്റെ പ്രമേയവും അത് തന്നെയാണ്. എന്നെ കേൾക്കുന്ന ബഹുമാനിയ സ്നേഹിതരെ, എന്തുകൊണ്ടാണ് ഈ റോമൻ ഉരുക്ക് നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ 1000 തെറ്റുകാർ കുറ്റവാളികൾ രക്ഷപ്പെട്ടോട്ടെ, ഒരു നീതിമാൻ പോലും ശിക്ഷിക്കപ്പെട്ടുകൂടാ? അങ്ങനെയുള്ള ഉരുക്ക് നിയമമുള്ള റോമൻ സാമ്രാജ്യത്തിന്റെ ഗവർണറായി പീലാത്തോസ് ന്യായപാലനം ചെയ്യുമ്പോൾ യേശുവിനെ ഹാജരാക്കി
കേൾക്കുമ്പോൾ 3 വട്ടം ആവർത്തിച്ച് ഇവൻ തെറ്റുകാരനല്ല, മരണയോഗ്യമായതൊന്നും ചെയ്തിട്ടില്ല എന്ന് ന്യായാധിപനായിരിക്കുന്ന പീലാത്തോസ് വിളിച്ചു പറഞ്ഞിട്ടും എന്തുകൊണ്ടാണ് യേശുക്രിസ്തുവിനെ ക്രൂശുമരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുവാനിടയായത്? ഞാനും നിങ്ങളും നാം അടങ്ങുന്ന മനുഷ്യ സമൂഹം വ്യക്തമായി ഇതിന്റെ വസ്തുതകളെ കുറിച്ച് മനസ്സിലാക്കണം. പലപ്പോഴും പലരും വിചാരിക്കുന്നത് ഇത് യഹൂദന്മാര് ചെയ്തൊരു കാര്യമാണെന്നുള്ളതാണ്, അല്ലെങ്കിൽ ഇത് റോമാക്കാർ ചെയ്തു എന്നുള്ളതാണ്. ഞാനൊരു കാര്യം പറയാം, ഇത് റോമാക്കാർ നടപ്പിലാക്കി അവർ ചെയ്തു എന്നുള്ളതിനേക്കാൾ അപ്പുറമായി ഈ ന്യായാധിപനായ പീലാത്തോസ് 3 വട്ടം യേശുവിനെ ക്രൂശുമരണത്തിൽ നിന്ന് രക്ഷിക്കുവാനുള്ള പരിശ്രമം ചെയ്യുന്നത് ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നാമത് നാം കാണുന്നത്, ഞാൻ പറഞ്ഞതുപോലെ ഈ റോമൻ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുകയാണ്, ന്യായാധിപൻ പറയുകയാണ്, 3 വട്ടം പറയുകയാണ്, ഇവൻ മരണയോഗ്യമായതൊന്നും ചെയ്തിട്ടില്ല, ഇവൻ നീതിമാനാണ്, അതുകൊണ്ട് ഇവനെ ശിക്ഷിക്കുവാനായിട്ട് സാധിക്കുന്നില്ല, കഴിയില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ അദ്ദേഹം അവിടെ പരാജയപ്പെട്ടപ്പോൾ അടുത്തതായി താൻ പറയുന്ന ഒരു കാര്യമുണ്ട്. യഹൂദന്മാരോട് പറയുകയാണ്, നിങ്ങളുടെ പെസഹ പെരുന്നാളിനോട് ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ഒരു കുറ്റവാളിയെ, അഥവാ നിങ്ങളുടെ ഇടയിൽ നിന്ന് പിടിക്കപ്പെടുന്ന ഒരു കുറ്റവാളിയെ ഞങ്ങൾ മോചിപ്പിക്കുന്ന പതിവുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ, യഹൂദന്മാരുടെ ഇടയിൽ നിന്ന് പിടിക്കപ്പെടുന്ന ഏതെങ്കിലും ഒരു മനുഷ്യനെ ചക്രവർത്തിയുടെ പ്രത്യേകമായ അനുവാദത്തോടും ആനുകൂല്യത്തോടും കൂടെ സ്വതന്ത്രമാക്കുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. അപ്പോൾ അതിൻ പ്രകാരം പറയുകയാണ്, യഹൂദന്മാർക്ക് ഇങ്ങനെ ചക്രവർത്തി അനുവദിച്ചു തന്നിട്ടുള്ള ഈ ആനുകൂല്യപ്രകാരം നിങ്ങൾ പറയുന്ന പോലെ ഇനി അങ്ങനെയാണെന്നിരിക്കട്ടെ, എന്നാൽ ഇവനെ ആ വ്യവസ്ഥ പ്രകാരം ഞാൻ സ്വതന്ത്രമാക്കാം. അപ്പോൾ യഹൂദന്മാർ പറയുകയാണ്, വേണ്ട വേണ്ട, ഞങ്ങൾക്ക് യേശുവിനെ വേണ്ട, മറിച്ച് ഞങ്ങൾക്ക് ബറാബാസിനെ മതി എന്ന് പറഞ്ഞാൽ, ഈ ബറാബാസാനാണ്? ഈ ബറാബാസ് എന്ന് പറയുന്ന മനുഷ്യൻ കൊള്ളയും കൊലയുമായി എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു സായുധ വിപ്ലവകാരിയാണ്. സായുധ വിപ്ലവകാരി എന്ന് പറയുമ്പോൾ നക്സല് പോലെ, മാവോയിസ്റ്റ് പോലെ, അതുപോലെ സായുധ വിപ്ലവം കൊണ്ട് യഹൂദ രാജ്യം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ബൈബിളിൽ കടാരക്കാരെന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു കൂട്ടം സായുധ വിപ്ലവകാരികൾപ്പെട്ട അതിന്റെ ഒരു പ്രധാന വ്യക്തിയാണ് ബറാബാസ് എന്ന് പറയുന്ന മനുഷ്യൻ. അപ്പോൾ ഇദ്ദേഹം ക്രൂശുമരണത്തിന് അല്ലെങ്കിൽ ശിക്ഷാവിധിക്ക് വിധിക്കപ്പെട്ട കിടക്കുകയാണ്. അപ്പോൾ പറയുകയാണ്, ഈ ബറാബാസിനെ വേണോ അതോ യേശുവിനെ വേണോ? ഈ പീലാത്തോസ് വിചാരിച്ചത് യഹൂദ ജനം ഒരിക്കലും ബറാബാസിനെ വേണമെന്ന് പറയും എന്നല്ല, മറിച്ച് ബറാബാസ് ഏറ്റവും കൂടുതൽ പീഡിപ്പിച്ചത് അല്ലെങ്കിൽ പിടിച്ചു പറിച്ചത്, കൊള്ളയടിച്ചത് യഹൂദന്മാരെയാണ്. അതുകൊണ്ട് യഹൂദന്മാർ ഒരിക്കലും ഈ മനുഷ്യനെ വേണമെന്ന് പറയുമെന്ന് അവർ വിചാരിച്ചില്ല, മറിച്ച് അവർ ഈ പീലാത്തോസ് വിചാരിച്ചത് യേശുവിനെ വിട്ടാൽ മതി എന്നാണ്. എന്നാൽ നമുക്കറിയാം, അവർ പറയുകയാണ്, വേണ്ട വേണ്ട, യേശുവിനെ ഞങ്ങൾക്ക് വേണ്ട. ഏത് യേശുവിനെ വേണ്ട? നാടെങ്ങും നടന്ന് നന്മ മാത്രം ചെയ്ത യേശുവിനെ ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങളുടെ കുഷ്ഠരോഗികളെ, അത് യഹൂദന്റെ ആ കാലത്ത് കുഷ്ഠരോഗം പിടിച്ച് മാറ്റപ്പെട്ട് സമൂഹത്തിൽ തഴയപ്പെട്ട് കിടന്ന് അവരുടെ കുഷ്ഠരോഗികളെ തൊട്ട് സൗഖ്യപ്പെടുത്തിയ ഈ യേശുവിനെ ഞങ്ങൾക്ക് വേണ്ട. അവരുടെ എന്തന്മാർക്ക് കാഴ്ച കൊടുത്ത ഈ യേശുവിനെ അവർക്ക് വേണ്ട. അവരുടെ മരിച്ചു മൺമറഞ്ഞ നാട്ടം വെച്ച അവരുടെ ആളുകളെ ഉയർപ്പിച്ച് ജീവൻ കൊടുത്ത ഈ യേശുവിനെ അവർക്ക് വേണ്ട. ഇന്നും അങ്ങനെ തന്നെയാണ്. എന്നെ കേൾക്കുന്ന ബഹുമാനീയരെ, ഇവിടെ മറ്റെന്തെങ്കിലും ഒക്കെ സംവിധാനങ്ങളാണ് ഉണ്ടായിരുന്നെങ്കിൽ, അല്ല ഇവിടെ ഒരു ഗാനമേളയായിരുന്നെങ്കിൽ ഇവിടം കൊണ്ട് നിറയുമായിരുന്ന വാഹനങ്ങൾക്ക് പോകുവാൻ കഴിയില്ലായിരുന്നു. മറിച്ച് ഇത് സുവിശേഷത്തിന്റെ സന്ദേശമാകുന്നത് കൊണ്ട് ഇന്ന് അനേകർക്കും ഇത് ആവശ്യമില്ല. ആർക്കും എല്ലാവരും പറയാ, യേശുവിനെ ഞങ്ങൾക്ക് വേണ്ട, ഈ സന്ദേശം ഞങ്ങൾക്ക് വേണ്ട. അങ്ങനെയാണെങ്കിൽ യഹൂദന്മാർ ഒരുപോലെ വിളിച്ചു പറയുകയാണ്, ബറാബാസിനെ ഞങ്ങൾക്ക് മതി, യേശുവിനെ ഞങ്ങൾക്ക് വേണ്ട. വീണ്ടും നമ്മളവിടെ വായിക്കുന്നത് എങ്ങനെയാണ്? രണ്ടാമത്തെ കാര്യം, ബറാബാസിനെ പകരം യേശുവിനെ സ്വതന്ത്രമാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഉത്സവം തോറും കൊടുക്കുന്ന ആനുകൂല്യം കൊണ്ട് അദ്ദേഹം പറഞ്ഞു. പക്ഷേ അവരത് സ്വീകരിച്ചില്ല. മൂന്നാമത് നാം വായിക്കുന്നത് എങ്ങനെയാണ്? ഈ ന്യായാധിപനായ പീലാത്തോസ് പറയുകയാണ്, അങ്ങനെയാണെങ്കിൽ റോമൻ സാമ്രാജ്യത്തിന് മറ്റൊരു നിയമമുണ്ട്, ആ നിയമപ്രകാരം ഞാനിവനെ മരണത്തിൽ നിന്ന് വിടുവിക്കും എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ്? ഞാൻ അവനെ ചാട്ടവാറുകൊണ്ട് അടിച്ചിട്ട് വിട്ടയക്കും. ഞാൻ യേശുവിനെ ചാട്ടകാറുകൊണ്ട് അടിച്ചിട്ട് വിട്ടയക്കും. എന്നെ കേൾക്കുന്ന ബഹുമാനീയ സ്നേഹിതരെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. യേശുവിനെ ചാട്ടവാറുകൊണ്ട് അടിച്ചിട്ട് വിട്ടയക്കുമെന്ന് പീലാത്തോസ് പറയുമ്പോൾ ഈ യഹൂദ പരീക്ഷകൾ ഒരു വാക്ക് പോലും ഉരിയാടുന്നില്ല.
യഹൂദന്മാർ ഒരിക്കലും യേശുവിനെ ചാട്ടവാർ കൊണ്ട് അടിക്കണ്ട എന്ന് പറയുന്നില്ല. എന്താ കാരണം എന്ന് ചോദിച്ചാൽ, ഞാൻ പറഞ്ഞതുപോലെ റോമൻ നിയമപ്രകാരം ഏതെങ്കിലും ഒരു കുറ്റവാളിയെ പിടിക്കപ്പെട്ട ആ കുറ്റത്തിന് ഒരിക്കൽ ശിക്ഷിച്ചാൽ പിന്നെ അദ്ദേഹത്തെ ആ കുറ്റത്തിന് വീണ്ടും ശിക്ഷിക്കാൻ സാധിക്കില്ല. ഒരു കുറ്റത്തിന് ഒരൊറ്റ ശിക്ഷ മാത്രം. അങ്ങനെയാണെങ്കിൽ പീലാത്തോസ് പറയുന്നത് ഇവനെ ഞാൻ ചാട്ടവാർ കൊണ്ട് അടിച്ചു വിട്ടയക്കും എന്ന് പറയുമ്പോൾ പീലാത്തോസ് പറയുന്നത് യേശുവിനെ ഞാൻ ചമ്മട്ടി കൊണ്ട് അടിച്ചിട്ട് അവനെ സ്വതന്ത്രമാക്കാൻ പോകുക. ഞാനൊരു കാര്യം പറയാം, ഈ യഹൂദന്മാർ ഒരിക്കലും ചാട്ടവാർ കൊണ്ട് അടിക്കണ്ട എന്ന് പറയുന്നില്ല. മറിച്ച് അതിന് പ്രകാരം ഈ പീലാത്തോസ് ഗമ എന്ന് പറയുന്ന തന്റെ കളത്തിലേക്ക് യേശുവിനെ ചാട്ടവാർ കൊണ്ട് അടിക്കുവാനായിട്ട് ക്രൂരന്മാരായ പടയാളികളുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തു. എന്തുകൊണ്ടാണ് യഹൂദന്മാർ വേണ്ടെന്ന് പറയാതിരുന്നത് മനസ്സിലാക്കണം. അതിന്റെ കാരണം നാം മനസ്സിലാക്കണം. എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണത്തെ സംബന്ധിച്ച് യേശുക്രിസ്തുവിനും 780 വർഷം മുമ്പ് ജീവിച്ച പ്രവാചക ശ്രേഷ്ഠനായ യെശയ്യാവിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതിശക്തമായ രീതിയിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല, ഇസ്രായേലിന്റെ മതിൽകാരനായി അറിയപ്പെടുന്ന ഇസ്രായേലിന്റെ രണ്ടാമത്തെ രാജാവായിരുന്ന ദാവീദിലൂടെ യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണത്തെ കുറിച്ച് വെളിപ്പെടുത്തുന്നുണ്ട്. അതിനു മുൻപായി ഞാൻ ഓർമ്മിപ്പിച്ചതുപോലെ അവനെ കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാർ വിരൂപമാക്കപ്പെടും എന്ന് പ്രവാചകൻ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ പ്രവചനങ്ങളെല്ലാം നിവൃത്തിയാകേണ്ടതുള്ളത് കൊണ്ട് യേശുവിനെ ചാട്ടവാർ കൊണ്ട് അടിക്കുവാൻ വിട്ടയക്കുക. പിന്നെ കേൾക്കുന്ന യേശുവിനെതിരെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ചാട്ടവാർ കൊണ്ടെന്ന് അടിക്കുക എന്ന് പറയുമ്പോൾ നാം ഒരു കാര്യം അറിഞ്ഞിരിക്കണം. ഈയക്കൊളുത്തുകളും ചൂണ്ടക്കൊളുത്തുകളും ഈയക്കട്ടുകളും അസ്ഥിക്കഷ്ടങ്ങളും അതുപോലെയുള്ള ഭയാനകരമായിരിക്കുന്ന ആ ചാട്ടവാറോട് ബന്ധിപ്പിച്ച സംഭവങ്ങളുണ്ട്. അപ്പോൾ ഈ ചാട്ടവാറ് ആഞ്ഞാഞ്ഞൊരു മനുഷ്യന്റെ ശരീരത്തിലേക്ക് പതിക്കുമ്പോൾ അത് ആ മനുഷ്യനെ ചുറ്റി പറയുമ്പോൾ അത് തിരിച്ചു വലിച്ചെടുക്കുന്ന സമയത്ത് മാംസക്കഷ്ണങ്ങളൊക്കെ ചൂണ്ടക്കൊളുത്ത് കൊണ്ട് പറഞ്ഞു താഴെ തെറിച്ചു വീഴുന്ന ഒരു സംഭവമുണ്ട്. ഇന്നലെ പറഞ്ഞ ദൈവദാസൻ പറഞ്ഞതുപോലെ യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണത്തെ വെളിപ്പെടുത്തുവാനായി അഭിനയിച്ചുകൊണ്ടൊരു സിനിമ ഇവിടെ ഇറക്കുവാനിടയായി, പാഷൻ ഓഫ് ക്രൈസ്റ്റ്. അത് കണ്ട അനേക ആളുകൾ ബോധം കെട്ട് വീണിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് അത് കേവലം ഒരു അഭിനയമായിരുന്നു. എന്നാൽ കേൾക്കുന്ന പ്രിയമുള്ളവര്, ഇത് വാസ്തവത്തിൽ നാം മനസ്സിലാക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ മേൽ അത് അനേകമായിരം അടികൾ അവന്റെ പുറത്തു കൊടുക്കുവാനിടയായി. ഇങ്ങനെയാണ് പലരും ചിന്തിക്കുന്നത്. റോമൻ നിയമപ്രകാരം 40 അടി ഒരു മനുഷ്യനെ ഒരുമിച്ചടിച്ചാൽ പിന്നെ ഒരടി പോലും അടിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, അദ്ദേഹത്തെ പിന്നീട് അടിച്ചാൽ അദ്ദേഹത്തെ അടിച്ച ഈ പടയാളികളെ തിരിച്ചടിക്കുവാനുള്ള, അതിന്റെ 10 ഇരട്ടി തിരിച്ചടിക്കുവാനുള്ള അനുമതിയുണ്ട് എന്നുള്ളതാണ് റോമൻ നിയമം. അങ്ങനെയാണെങ്കിൽ നാം മനസ്സിലാക്കണം, 40 അടിയാണ് അടിക്കുവാനായിട്ടുള്ള അനുമതിയുള്ളത്. എന്നാൽ ഈ പീലാത്തോസിന്റെ മുമ്പിലേക്ക് ചാട്ടവാർ കൊണ്ട് അടിച്ചിട്ട് യേശുവിനെ കൊണ്ട് നിർത്തുമ്പോ അദ്ദേഹം പറയുന്ന അതിശക്തമായ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ ഒരു വാക്കുണ്ട്. അതിങ്ങനെയാണ് നാം വായിക്കുന്നത്. ഇതാ ആ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഇതിനു തൊട്ട് മുൻപ് എന്റെ മുമ്പിൽ നിന്ന് കൊണ്ടുപോയ യേശു എന്ന് പറയുന്ന മനുഷ്യൻ ഇതാണ് എന്ന് പീലാത്തോസിന് യേശുവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പരിചയപ്പെടുത്തേണ്ട അവസ്ഥയിലേക്ക് ഈ ചാട്ടവാർ കൊണ്ടുള്ള അടി കൊണ്ടുവന്നു എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഒരു മനുഷ്യൻ ആണോ എന്ന് വിചാരിക്കുവാൻ കഴിയാത്ത വിധത്തിൽ അത്രമാത്രം ഭയാനകരമായ ചാട്ടവാർ കൊണ്ടുള്ള അടിക്ക് യേശുക്രിസ്തു വിധേയനായി തീർന്നു. ഞാൻ പറഞ്ഞത് 3 വട്ടം പീലാത്തോസ് യേശുവിനെ ക്രൂശുമരണത്തിൽ വിടുവിക്കുവാൻ ശ്രമിക്കുക. എന്നാൽ അവസാനം നാം കാണുന്നത് ഈ ചാട്ടവാർ കൊണ്ടുള്ള അടിയേറ്റ് യേശുവിനെ പീലാത്തോസിന്റെ മുമ്പിൽ വീണ്ടും ഹാജരാക്കുമ്പോൾ ജനമെല്ലാം ആർത്തു പറയുക, അവനെ ക്രൂശിക്കുക എന്ന് ആർക്കുന്ന ശബ്ദമാണ് നാം അവിടെ കേൾക്കുന്നത്. അങ്ങനെയാണെങ്കിൽ റോമൻ നിയമം, ഉരുക്കു നിയമം, ലോകത്തെ കിടുകിടാ ഉറപ്പിച്ച ഇരുമ്പ് പല്ലുകൾ എന്നറിയപ്പെടുന്ന റോമൻ നിയമം, ഈ റോമൻ നിയമത്തിൽ എന്ത് യേശുവിനെ ക്രൂശുമരണത്തിൽ വിടുവിക്കുവാൻ കഴിയാതെ പോയത്? ഇന്ന് രാത്രി അവിടെ ഞങ്ങൾ കേൾക്കുന്ന ബഹുമാനിയ സഹോദരരെ, പലപ്പോഴും ഞങ്ങളോട് ചോദിച്ചൊരു ചോദ്യമാണ്, നിങ്ങളുടെ ദൈവം ക്രൂശിൽ മരിച്ചു എന്ന് പറയുന്നതിൽ നിങ്ങൾക്ക് നാണമില്ലേ, അല്ലെങ്കിൽ ലജ്ജയില്ലേ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട്. ഞാനൊരു കാര്യം പറയാ, യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചു എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇവിടെ യേശുവിനെ കുറിച്ച് പ്രസംഗിക്കുവാനിടയാകുന്നത്.
വന്നിട്ട് യേശു ക്രൂശിൽ മരിച്ചു എന്നുള്ളത് കണ്ടാണ് ഇവിടെ എന്നെ പരിചയപ്പെടുത്തിയപ്പോ പറഞ്ഞ ഇടുക്കിക്കാരനായ കഞ്ഞിക്കുഴിക്കാരനായ ഈമോൻ എന്ന് പറയുന്ന വ്യക്തി ജീവിതത്തെ സമൂലമായ ഒരു പരിവർത്തനം നൽകി, മാറ്റം നൽകി നിങ്ങളുടെ മുൻപിൽ ഈ വസ്തുതകളെ വിളിച്ചു പറയിക്കുവാനിടയായത്. ഒരിക്കൽ കുടുംബത്തിന്റെ തലവേദനയായി, സമൂഹത്തിന്റെ തലവേദനയായി ആടാ പോടാ പോരുന്ന പാടാ എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ച് എല്ലാ അഭ്യാസങ്ങളും കൈമുതലാക്കിക്കൊണ്ട് നടന്ന അത്ഭുതകരമായ ഒരു കാലഘട്ടമുണ്ട്. എന്നാൽ ആ അവസ്ഥയിൽ നിന്ന് അടിയും തടയുമല്ല, വെടിയും പടയുമല്ല, മരിച്ച മനുഷ്യ ജീവിതത്തിന് ശാന്തിയും സമാധാനവും നൽകുന്നത് ഈ നസ്രായന്റെ പിന്നാലെ പോകുന്നതാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ആയുധങ്ങൾ താഴെ വെച്ച്, പഠിച്ച അഭ്യാസങ്ങൾ താഴെ വെച്ച് ഈ യേശുവിനെ അനുഗമിക്കുവാനായിട്ട് ഇടയായി തീർന്നു. എന്നെ കേൾക്കുന്ന ബഹുമാനിയ സ്നേഹിതരെ, എന്തുകൊണ്ടാണ് യേശു ക്രിസ്തു ക്രൂശിൽ മരിപ്പാനിടയായത്? അതിനെ സംബന്ധിച്ച് വളരെ വ്യക്തമായും എന്റെ കേൾവിക്കാർ മനസ്സിലാക്കണമെന്നുള്ളത് ഞാൻ ആഗ്രഹിക്കുക. ഞാൻ പറഞ്ഞതുപോലെ റോമൻ സാമ്രാജ്യം അവരുടെ നിയമങ്ങൾ കൊണ്ട് യേശുവിനെ ക്രൂശുവണ്ണത്തിൽ നിന്ന് വിടുവിക്കുവാൻ ആവോളം സ്വതന്ത്രമാക്കുവാൻ ശ്രമിക്കുമ്പോഴും അമ്പെ പരാജയപ്പെട്ടു പോകുവാനിടയായി. മറിച്ച് ഈ യേശുവിനെ ക്രൂശുവണ്ണത്തിന് ഏൽപ്പിക്കേണ്ടതായിട്ട് വന്നു. അതിന്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ വിശുദ്ധ ബൈബിളിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുവാനായിട്ട് ആവശ്യമുണ്ട്. വിശുദ്ധ ബൈബിൾ പറയുകയാണ്, യെശയ്യാ പുസ്തകം 53-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തി, നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയി, നാം ഓരോരുത്തരും താൻ തന്റെ വഴിക്ക് തിരിഞ്ഞുപോയി, എന്നാൽ നമ്മുടെ എല്ലാവരുടെയും മഹത്വം ദൈവം അവന്റെ മേൽ ചുമത്തി. എന്നാൽ നമ്മുടെ എല്ലാവരുടെയും മഹത്വം ദൈവം അവന്റെ മേൽ ചുമത്തി. എന്ന് രാത്രി ഞങ്ങൾ കേൾക്കുന്ന ബഹുമാനിയ സ്നേഹിതരെ, യെശയ്യാ പ്രവചനം 53-ാം അധ്യായം എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിലെ യാഗമരണത്തെ കുറിച്ച് പ്രവാചകനിലൂടെ 750 വർഷം മുമ്പ് ദൈവം രേഖപ്പെടുത്തുന്നതാണ്. അവിടെ ഇങ്ങനെയാണ് നാം ശ്രദ്ധിക്കേണ്ടത്, ഞാനും നിങ്ങളും നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയി, നാം ഓരോരുത്തരും താൻ താന്റെ വഴിക്ക് തിരിഞ്ഞുപോയി, എന്നാൽ നമ്മുടെ എല്ലാവരുടെ മഹത്വം ദൈവം അവന്റെ മേൽ ചുമത്തി. എന്തുകൊണ്ടാണ് യേശു ക്രിസ്തു ക്രൂശിൽ മരിക്കുവാനിടയായത്? ദൈവം മനുഷ്യന്റെ പാപത്തെ അവന്റെ മേൽ ചുമത്തുക എന്ന് പറഞ്ഞാൽ ഇത് ഉരുക്കു നിയമമുള്ള റോമൻ സാമ്രാജ്യമല്ല യേശുവിനെ ക്രൂശുവണ്ണത്തിൽ ഏൽപ്പിക്കുന്നത്, മറിച്ച് സ്വർഗത്തിലെ ദൈവം, പിതാവായ ദൈവമാണ് യേശുവിനെ ക്രൂശുവണ്ണത്തിന് ഏൽപ്പിക്കുന്നത്. എന്തിനു വേണ്ടി? മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി. നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയപ്പോൾ, നാം ഓരോരുത്തരും നമ്മുടെ വഴിക്ക് തിരിഞ്ഞു പോയപ്പോൾ നമ്മെ യഥാസ്ഥാനപ്പെടുത്തുവാൻ, വീണ്ടെടുക്കുവാൻ